ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി CFകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആഡ്രിയാനോ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡെൽ പിയറോ വന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പാറ്റോ വന്നിട്ടുണ്ട്. അത്യാവശ്യം ആരെ കിട്ടിയാലും ഒരു മുതലുള്ളൊരു പാക്കാണ് വന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 600 കോയിനൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്കൊരു കോൺട്രാക്റ്റിൽ നമുക്കൊരു 3 ഫ്രീ സ്പിന്ന് കിടക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകാം. അതിന് മുന്നേ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ വൈകിട്ട് ഒരു 6 to 8 നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം പറ്റുന്നവരൊക്കെ കയറുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ലി മാച്ച് കളിക്കണമെങ്കിൽ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുക, DM അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ഇടുക. നമുക്ക് ഫ്രണ്ട്ലി മാച്ച് കളിക്കാവുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം, പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകുന്നതാണ്. ഫസ്റ്റത്തെ നമുക്കെന്തായാലും നമ്മുടെ ഒരു റൈറ്റിംഗ് ഉണ്ടല്ലോ, ഡെറിക് വെയ്റ്റ്. നമുക്കിതുവരെ മൂപ്പരാളെ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് മൂപ്പരാളുടെ പെർഫോമൻസ് എന്നൊക്കെ. നമ്മൾ 10 സ്പിൻ എടുത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ 3 സ്പിൻ എന്തോ ഉള്ളൂ. നമുക്കെന്തായാലും ലാസ്റ്റത്തെ ഒരു 10ാമത്തെ അല്ലേ, ഇതെടുത്ത് നോക്കാം. നമുക്കെന്തായാലും ഡെറിക് വെയ്റ്റ് എന്ന് പറഞ്ഞ് സംഭവം ഒന്ന് സ്ലൈഡൊക്കെ ചെയ്ത് നോക്കി നോക്കാം. ചിലപ്പോൾ കിട്ടിയാലോ. കിട്ടിയവരൊക്കെ എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞു തരിക. സംഭവം നമുക്ക് കൊണാമി ഇപ്പോൾ ഒരു തേങ്ങയും തരുന്നില്ല, അത് വേറെ കാര്യം. നിങ്ങൾ കണ്ടറിയും, ഉള്ളത് 3 സ്റ്റാർ 2 സ്റ്റാർ ഒക്കെ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ 19ാമത്തെ കർക്ക്, മീൻസ് ബാക്കി 11ാമത്തെ കർക്ക്, അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്തായാലും കറക്കാം. ഡെറിക്കിനെ കിട്ടിയാൽ മതിയായിരുന്നു. ഡെറിക്കല്ല, ഏതോ ഒരു LV ആണ്. അപ്പോൾ അതും നമ്മൾ കൊണാമി നമ്മൾ തേച്ചിട്ടുണ്ട് നൈസായിട്ട്. അതെന്തായാലും ആയിക്കോട്ടെ. നമുക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ഫ്രീ സ്പിന്നും ഉണ്ട്, വേൾഡ് വൈഡ് ഒരു പ്ലെയർ ഓഫ് ദ വീക്കും ഉണ്ട്. ഇതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ചൗമിനിയാണ്. 25 വയസ്സുള്ള ചൗമിനി ആങ്കർമാനാണ്. കിട്ടിയാൽ കൊള്ളാം. ആങ്കർമാൻ നമുക്ക് അത്യാവശ്യം എപ്പോഴുള്ളൊരു പ്ലേയിങ് സ്റ്റൈലാണ്. അത്യാവശ്യം നല്ല ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. ആക്യുറസിയാണ്, പിന്നെ ലോങ് റേഞ്ച് ഷൂട്ടിങ്, അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബ്ലോക്കർ, ഏരിയൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. കിട്ടിയ അടിപൊളിയായി തന്നെ. നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ഇതിനകത്ത് വേറെ ആരും നമുക്ക് കിട്ടണമെന്നൊന്നും ഇല്ല. കിട്ടുവാണെങ്കിൽ ചൗമിനി കിട്ടിയാൽ കുറച്ചൊരു അടിപൊളി. എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം. ചൗമിനി എല്ലാം മനസ്സിലായി. ഏതോ ഒരു GK കിട്ടിയിട്ടുണ്ട്. അതിലും നമ്മളെ കൊണാമി പറ്റിച്ചിരിക്കുന്നു. ഏതാണ് അവസാനം കിടക്കുന്ന, ഏതോ പ്ലെയറാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആയിരിക്കും. കറക്റ്റ്, ഏറ്റവും അവസാനം കിടക്കുന്ന പ്ലെയർ. അല്ലെങ്കിലും കൊണാമി ഇപ്പം നമുക്കൊരു തേങ്ങയും തരുന്നില്ല. ഇതിനകത്ത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം യമാലാണ്. 103 പോകുന്ന ഏതോ യമാലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം. പ്രൊഫൈൽ വിന്നറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസൊക്കെ ഉണ്ട്. സ്പീഡ് എക്സ്പ്രഷനൊക്കെ 90 above ആണ്. എന്തായാലും നമുക്ക് ഫ്രീ സ്പിന്നൊന്ന് എടുത്ത് നോക്കാം. ഇതിൽ നമുക്ക് വേറെ ആരെയും കിട്ടണമെന്നില്ല. കിട്ടുവാണെങ്കിൽ യമാല തന്നെ മതി. നമ്മൾ ടാർഗറ്റ് യമാലാണ്. യമാലിന് വേണ്ടി നമുക്ക് പോവാം. വേറൊരു CF ലുക്കാക്കു ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ലുക്കാക്കു കുഴപ്പമില്ല, പക്ഷെ ഇപ്പം അങ്ങനെ ആരും ലുക്കാക്കുവിനെ ഇറക്കാറില്ല. ഫ്രീ സ്പിന്നൊക്കെ കൊണാമി നമ്മളെ തേച്ച് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇറ്റാലിയൻ ലീഗ് അറ്റാക്കേഴ്സാണ്. നമ്മുടെ അടുത്തൊരു 600 കോയിനുണ്ട്. എന്തായാലും കറക്കം നോക്കാം. പോവുകയാണെങ്കിൽ പോട്ടെ. നമുക്ക് വന്നിരിക്കുന്ന പാക്ക് അടിപൊളിയാണ്. നമുക്ക് എന്തായാലും അഡ്രിയാനോയാണ് വേണ്ടിയത്.
കാരണം നമ്മളടുത്ത് ഡെൽപിറോ ഓൾറെഡി ഉള്ളതാണ്. സോ ഡെൽപിറോ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് പാറ്റോനെയും വേണ്ട. അഡ്രിയാൻ എന്ന് പറയുമ്പോൾ ഏകദേശം 99 കിക്കിംഗ് പവർ 96 ഫിനിഷിംഗ് എന്നുള്ള കാർഡാണ്. സോ എന്തായാലും നമുക്ക് കറക്റ്റ് നോക്കാം. 22 ഏജിലാണ്. കിട്ടിയ അടിപൊളിയായതിന്. എന്തായാലും നമുക്ക് കറക്റ്റ് നോക്കാം. നമ്മുടെ 100 കോയിൻ ഇതാ പോകുന്നു. കൊണാമി ഇപ്രാവശ്യമെങ്കിലും തരൂ പറഞ്ഞു, തന്നില്ല, അതും പോയി. സോ ഏതോ ഒരു CMF കിട്ടിയിട്ടുണ്ട്, കാര്യമില്ല. നമുക്ക് എന്തായാലും റിലീസ് ചെയ്തിടാം. സോ നമുക്ക് നെക്സ്റ്റ് സ്പിൻ നമുക്ക് ഒന്നുകൂടെ എടുത്ത് വെക്കാം. നമുക്ക് എന്തായാലും അഡ്രിയാനോനെ ഒന്ന് ടച്ച് ചെയ്യാം, ഡെൽപിറോനെ ഒന്ന് ടച്ച് ചെയ്യാം, പാറ്റോനെ ഒന്ന് ടച്ച് ചെയ്യാം. അതുപോലെ തന്നെ അഡ്രിയാനോ വൺസ് മോർ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. സ്റ്റാറ്റസ് ഒക്കെ വെറുതെ നോക്കി വെക്കാം. സംഭവം ഇപ്പോൾ പഴയ പോലെ നല്ല കൊണാമി അങ്ങനെ വലിയ പ്ലേയേഴ്സിനൊന്നൊക്കെ തരാറില്ല. സോ അടുത്ത 100 കോയിൻ പോയിട്ടുണ്ട്. സോ അതും ഏതോ ഒരു CMF ആണ്, കാര്യമില്ല. റിലീസ് ചെയ്യാവുന്നതാണ്. സംഭവം ഒരു കാർഡും കിട്ടുന്നില്ല. നമ്മളെ ഫുള്ള് ഒരുമാതിരി ഇതാണ്. സോ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ട്രൈ എടുത്ത് നോക്കാം. നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ച് കോയിൻ കൊണാമി അത് വാരി എടുത്തോണ്ട് പോകും. നമ്മളാണ് പിന്നെ കോയിൻ ബൈ ചെയ്യാറില്ല. നമുക്ക് ഇനി കളിച്ചുണ്ടാക്കുന്ന കോയിൻ വെച്ചിട്ടായിരിക്കും മാക്സിമം കറക്കുന്നത്. സോ അങ്ങനെ 3 ട്രൈ കഴിഞ്ഞു, 3-ലും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു 3 ട്രൈ കൂടെ എടുത്ത് വെക്കാം. എന്തായാലും നമുക്ക് കോയിൻ ഫുള്ള് തീർക്കാം. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ആ ഒരു മൈൻഡ് സെറ്റാണ്. ഇല്ലെങ്കിൽ വേണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ അടുത്ത് ഉള്ള പ്ലെയറിനെ വെച്ച് നമ്മൾ കളിപ്പിക്കും. സംഭവം ഏതെങ്കിലും നല്ലൊരു പവർ CF കിട്ടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാം. നമുക്ക് ഡിവിഷൻ കയറാനൊക്കെ പറ്റും. സോ ഏതോ ഒരു ലെഫ്റ്റ് വിങ്ങിനെ തന്നിട്ടുണ്ട്. എന്താ കൊണാമി ഇങ്ങനെ ഒരു പ്ലെയറിനെ തന്നോടെ? ആഴ്ചയിലാഴ്ചയിലും നല്ല ചോദിക്കുന്നത്, വർഷത്തിൽ ഒന്നെങ്കിലും തന്നൂടെ? സോ ഇനി 200 കോയിൻ കൂടെ ഉണ്ട്, എന്തായാലും പൊട്ടിക്കാം. സോ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എവിടെ നിന്നാണ് ഇവന്മാർക്ക് ഇത്ര CMF? കുറേ ആയല്ലോ ഇത്. സോ അങ്ങനെ അതും പോയിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ ഒരു 100 കോയിനാണ്. അതിന് വേണമെങ്കിൽ നോക്കാം എവിടെ നിന്നൊക്കെ കിട്ടിയിരിക്കുന്നത്. മേളത്തെ ഒരു 3 റോ തൊട്ടിട്ട് തന്നെ ഇല്ല, 4-5 റോ. അപ്പോൾ ഏറ്റവും അവസാനം കിടക്കുന്നവന്മാരാണ് തരുന്നത് ഇവന്മാർ 100 കോയിന്. എന്നാൽ പിന്നെ എനിക്ക് സ്റ്റാൻഡേർഡ് പ്ലേസിന് എടുത്താൽ പോരെ, ഇവന്മാരുടെ ആവശ്യമുണ്ടോ? ലാസ്റ്റ് ആർക്കും കൂടെ വേണ്ട, അവരെടുക്കാൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടെ. അല്ലാതെ ഇപ്പം എന്താ പറയാനാ, ഒരുമാതിരി പരിപാടി. ഒന്നെങ്കിലും തന്നോടെ, ഒന്നും തരത്തുമില്ല. എന്തായാലും നമുക്ക് ഡെൽപിറോനോടൊന്ന് ടച്ച് ചെയ്യാം. ഡെൽപിറോനെ വൺസ് മോർ ടച്ച് ചെയ്യാം. നമ്മുടെ അവസാനത്തെ ഒരു 100 കോയിനാണ്. ഇതോടെ പോയാൽ കഴിഞ്ഞു. കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും ഒന്ന്. സോ നമ്മളെ കൊണാമി ഇങ്ങനെ തേച്ചൊട്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ നമുക്കൊരു തേങ്ങയും തന്നിട്ടില്ല, നമ്മുടെ കോയിനാണ് പോവുകയും ചെയ്തു. സോ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് നമ്മുടെ ഒരു 600 കോയിൻ്റെ അടുത്ത് എന്തായാലും പൊട്ടിച്ചു. ഇതുവരെ നമുക്കൊരു തേങ്ങയും തന്നില്ല. പിന്നെ ഇതൊക്കെ ആർക്ക് കൊടുക്കാനാണോ എടുത്ത് വെച്ചിരിക്കുന്നത്? സോ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. നമ്മൾ വിചാരിച്ചാരെ നമുക്കിന്ന് കിട്ടിയിട്ടില്ല, നമുക്ക് ലക്കില്ലെന്ന് തോന്നുന്നു. സോ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും വൈകുന്നേരങ്ങളിൽ ഒരു 6 to 8. സോ പറ്റുന്നവരൊക്കെ അതൊന്ന് കയറുക. സോ നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം.
നമുക്കെന്തോ ലക്കില്ലെന്ന് തോന്നുന്നു. നമുക്കിതുവരെ ഒരു നല്ല CF തന്നിട്ടില്ല കൊണാമി. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കോർ കണ്ടെത്താൻ കഴിയും. പിന്നെ ഉള്ള CF എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബാറ്റിസ്റ്റോട്ടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അല്ലാതെ ഇപ്പം നല്ല ആരെയും നമുക്ക് തന്നിട്ടൊന്നുമില്ല. സോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.